യുഡിഎഫുമായി കൂടുതൽ അടുത്ത പി വി അൻവർ എംഎൽഎ കോൺഗ്രസ് പ്രവേശനത്തിന് സാധ്യത തേടുന്ന പി വി അൻവർ പാണക്കാട് തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇനിയുള്ള പോരാട്ടത്തിൽ പാണക്കാട് തങ്ങളുടെ ധാർമ്മിക പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ പറഞ്ഞു. അതേസമയം ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പി വി അൻവർ എംഎൽഎ സ്വീകരിക്കാൻ കൊലക്കേസ് പ്രതിയും എത്തിയത് പുതിയ വിവാദത്തിനും വഴി തുറന്നിട്ടുണ്ട്. കെ ടി സ്വാലിഹ വിശദമായ വിവരങ്ങൾ നൽകും. യുഡിഎഫ് പ്രവേശനത്തിന് പിന്തുണയ്ക്കായി മുസ്ലിം ലീഗ് നേതാക്കളെ നേരിട്ട് കാണുകയായിരുന്നു ഇന്ന് പി വി അൻവർ എംഎൽഎ. രാവിലെ ഏതാണ്ട് ഉച്ചയോടെയാണ് അദ്ദേഹം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലേക്ക് എത്തുന്നത്. അവിടെ എത്തി വന ഭേദഗതി നിയമത്തിനെതിരെ അദ്ദേഹം നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണ വേണമെന്നും യുഡിഎഫുമായി സഹകരിക്കാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഇത് യുഡിഎഫ് കൂട്ടമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്, യുഡിഎഫിൽ കൂട്ടായ തീരുമാനമെടുക്കേണ്ട വിഷയമാണ് എന്ന് സാദിഖ് അലി തങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് തൊട്ടടുത്ത് കാരാത്തോടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയും ഇതേ കാര്യങ്ങൾ പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടിയും ഇന്ന് വ്യത്യസ്തമായിരുന്നില്ല. യുഡിഎഫിൽ തനിക്ക് യുഡിഎഫുമായി സഹകരിക്കാൻ, യുഡിഎഫിൽ തന്നെ ഒപ്പം കൂട്ടണം, അത് വൈകുന്നതിൽ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകൾ പോലും വലിയ വിഷമത്തിലാണ് എന്ന് അദ്ദേഹം ഇന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹം ജയിൽ മോചിതനായി, ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ ജയിൽ മോചിതനാകുന്നത്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തുറന്ന മിനി കൂപ്പർ വാഹനത്തിലാണ് അദ്ദേഹം വരുന്നത്. ഇത് വേങ്ങര സ്വദേശിയുടെ വാഹനമാണ്. ഈ വാഹനം ഓടിച്ചതാവട്ടെ കൊലക്കേസിലെ പ്രതിയും റിദാൻ വധക്കേസിലെ 5ാം പ്രതി മുഹമ്മദ് നിസാമാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഈ റിദാൻ വധക്കേസ് നേരത്തെ തന്നെ ഇദ്ദേഹം വളരെ സജീവമായി ഉയർത്തിയിരുന്നതാണ്. പി വി അൻവർ സുജിത് ദാസ് IPSനെതിരെ അദ്ദേഹം കള്ളക്കേസെടുത്തു എന്ന് ആരോപിച്ചിരുന്നു. കൊലക്കേസ് മാത്രമല്ല, നിരവധി കേസുകൾ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ, നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ, കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെല്ലാം സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കേസുകൾ നിലവിലുള്ളയാളാണ് മുഹമ്മദ് നിസാം. ഈ ജാഥയുടെ ഭാഗമായത്, അദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ചത് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകൾക്കിടയിലും ഈ കൊലയാളി കൂട്ടുകാരനായി മാറുന്നു. തീർച്ചയായും സ്വാലിഹ് പറഞ്ഞതുപോലെ അത് പുതിയ വിവാദത്തിന് ഇതിനോടകം തന്നെ വഴി തുറന്നിട്ടുണ്ട്. ഒപ്പം യുഡിഎഫ് പ്രവേശനത്തിന് സാധ്യത തേടുന്ന പി വി അൻവറാണ് പാണക്കാട് തങ്ങളുമായും കുഞ്ഞാലിക്കുട്ടിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി അവരുടെ പിന്തുണയോടെ കോൺഗ്രസിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത്.